ഹലോ മക്കളെ, 2024 മെയ് 5 നീറ്റ് എക്സാം. അതായത് ഇനി 4 മാസം കൂടെ ഉള്ളൂ. ഒരു 120-125 ദിവസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 125 രാത്രിയും 125 പകലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ധാരാളം പരീക്ഷകൾ എഴുതാം. അതുപോലെ തന്നെ ധാരാളം നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലിമിറ്റഡ് ടൈമിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ സ്കോറൊന്നും ഉണ്ടെങ്കിൽ സാധാരണ പരീക്ഷകളിലെ പോലെ ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഒരു 650 ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര അവേഴ്സ് ഓരോ ദിവസം പഠിക്കും എന്ന് ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നാവുക നിങ്ങൾ എത്ര പഠിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫിസിക്സ് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം ഓരോ ദിവസവും, അതുപോലെ കെമിസ്ട്രി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, ബയോളജി എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, അത് നിങ്ങൾ ആ നമ്പർ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അത് മാത്രമല്ല, അത് ഗ്രാജുവലി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ അത് കുറേ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ, നിങ്ങൾ വളരെ നന്നായിട്ട് നീറ്റൊക്കെ എഴുതി നിങ്ങൾക്ക് നല്ല റാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ശേഷം ഇത് പറയാൻ പറ്റും. 25,000 ക്വസ്റ്റ്യൻ ഞാൻ ഫിസിക്സിൽ നിന്ന് ചെയ്തു, 30,000 കെമിസ്ട്രിയിൽ നിന്ന് ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ആ കഥ പറയുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഒരു കളർഫുൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഓരോ ദിവസവും നിങ്ങൾ പരീക്ഷകൾ എത്ര എഴുതി അതിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. മാത്രമല്ല, അതിൻ്റെ പ്രോഗ്രസ്സും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ദിവസം എത്ര അവേഴ്സ് പഠിക്കണം എന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നാവുക എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇപ്പോൾ ഫിസിക്സ് ഒരു 200 ക്വസ്റ്റ്യൻസ് ചെയ്യണം, കെമിസ്ട്രി 200 ചെയ്യണം, ഇപ്പോൾ ബയോളജി ഒരു 500 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അതായത് ഒട്ടും നിങ്ങൾ സമയം കളയരുത്. നിങ്ങൾ എന്താ പറയുക, ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഒരു സ്വപ്നമുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു ഡ്രീമുണ്ട്. അത് ഫുൾഫിൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം. അത് ഫുൾഫിൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യരുത് അതൊന്നും ഈ സമയത്ത് ചെയ്യരുത്. അപ്പോൾ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വളരെ ഇഫക്റ്റീവായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. 2014 ഈ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് നമ്മളുടെ പ്രധാനമന്ത്രി ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹം ഒരു മീറ്റിങ്ങിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് കയറി പോവുകയാണ്. അപ്പോൾ അന്ന് അത്യാവശ്യം സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് അടുത്തെത്തിയപ്പോൾ സൈഡിൽ ഒരു സാധാരണ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി ഒരു ആൾ നിൽക്കുന്നുണ്ട്, ഒരു പാവപ്പെട്ടവൻ. അപ്പോൾ നരേന്ദ്രമോദി നേരെ കൈ ഇങ്ങനെ നീട്ടി. ഈ കൈ നീട്ടിയപ്പോഴെന്താണെന്ന്, ഒന്ന് അദ്ദേഹം നല്ല സൈസ് ഉണ്ടല്ലോ. ഈ സെക്യൂരിറ്റി നിൽക്കുന്ന അയാൾ മീൻസ് ഒരു ഒരു പ്രൈവറ്റ്, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെയോ അവരുടെയൊക്കെ സ്റ്റാഫ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പരിഭ്രമിച്ചു പോയി, നെർവസായി. അദ്ദേഹത്തിന് ഒരു മൊമെൻ്റ് സംശയമായി, ഇതിപ്പോൾ ഈ കൈ നീട്ടുന്നത് എനിക്ക് നേരെ തന്നെയാണോ എന്നുള്ളത്. പക്ഷേ അതിന് ശേഷം ഇയാൾ കൈ കൊടുത്തു, അങ്ങനെ അങ്ങ് കയറി പോവുകയും ചെയ്തു. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ആ സെക്യൂരിറ്റി ചേട്ടന് കൈ കൊടുക്കുന്നത് വഴി എന്താണെന്നറിയോ, ഇനി ആ മനുഷ്യൻ മരിക്കുന്നത് വരെ ഇദ്ദേഹത്തിന് നമ്മളുടെ പ്രൈം മിനിസ്റ്റർക്ക് ഫേവറബിളായിട്ട് മാത്രമേ അദ്ദേഹം വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ 140 കോടി ജനങ്ങളുള്ള, അതിനകത്ത് തന്നെ ഏകദേശം ഒരു 90 കോടിയോളം വോട്ടേഴ്സുള്ള ഒരു നാടിൻ്റെ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് ഒരു വോട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ വോട്ടോ അല്ലെങ്കിൽ ഒരു 100 വോട്ടോ, ഈവൻ ഒരു വില്ലേജിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ പോലും വോട്ടോ അതത്ര വലിയൊരു ഇതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷനാണ്. അതായത് ഒന്നുകിൽ പ്രധാനമന്ത്രിയാവുക അല്ലെങ്കിലും പ്രധാനമന്ത്രിയാവുക. അതായത് നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ആഹാരം കഴിക്കുന്നതും ശ്വസിക്കുന്നതും ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ആ മനുഷ്യനെ അവിടുന്ന് കൈ കൊടുത്തു എന്നുള്ളൊരു ഇപ്പം നമുക്കൊരു 1 കോടി രൂപ വേണം. ആ 1 കോടി രൂപ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നമുക്കൊരു 100 രൂപയ്ക്ക് നമ്മൾ 100 രൂപ കിട്ടുന്ന വഴിയേ പോകണ്ട. പക്ഷെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ അത് വാങ്ങി പോകുന്നതിന് തെറ്റില്ലല്ലോ. അപ്പോൾ ഇതിപ്പോഴെന്താണെന്നോ, അപ്പോൾ ആ പോകുന്ന വഴിയിൽ അവിടെ ആ ഒരു നിമിഷം ആ ഒരു അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് ചെയ്തത്. അതായത് അത് അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷനാണ്.
അപ്പോൾ നിങ്ങൾ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും അത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഏത് ചാപ്റ്ററാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ സാധാരണ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കില്ല. അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ റൊട്ടേഷണൽ മോഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ നിന്ന് ആ റൊട്ടേഷണൽ മോഷൻ ഇങ്ങോട്ട് പറിച്ചെടുക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ്. ഈ ബുക്ക് നിങ്ങളുടെ പഠിത്തം കഴിഞ്ഞ് പിന്നെ ഒന്നിനും പറ്റില്ല. അത് ഒന്നിനും പറ്റേണ്ട കാര്യവുമില്ല. കാരണം ഇത് ഈ എൻട്രൻസിന് പഠിക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒരു സാധനമാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഷെൽഫിൽ വെക്കേണ്ട ഒരു സാധനമല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗൈഡാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും ശരി, അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ച് അത് തീർത്തോളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക, പറിച്ചെടുത്തിട്ട് മടക്കി പോക്കറ്റിലിടുക. അപ്പോൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ എത്ര ചെറിയ സമയമാണെങ്കിലും അതിനകത്ത് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഒരു ദിവസം ഇപ്പോൾ നിങ്ങളൊരു 200 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് 190 ചെയ്യാനുള്ളൂ. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ബസ്സിലോ കാറിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരു 4 ക്വസ്റ്റിനൂടെ ചെയ്തു, ബാക്കി 186 ചെയ്യാനുള്ളൂ. അപ്പോൾ ആ നമ്പർ ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നത് കൂടും തോറും നിങ്ങൾ കാണുന്ന ഏത് പേപ്പറിലും അത് നിങ്ങൾ കാണാത്തൊരു ചോദ്യം പിന്നെ എക്സാമിന് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ പരീക്ഷ നിങ്ങൾ റെഗുലറായിട്ട് എഴുതണം. അതിനൊക്കെ സ്കോർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനകത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. പിന്നെ മാത്രമല്ല, ഒരു ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റിൽ ഒരിക്കലും അതിൻ്റെ താഴെ പോകാൻ സമ്മതിക്കരുത്. മരിച്ച് വീണിട്ടാണെങ്കിലും അതിന് മേലോട്ട് 1 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സമയം ഒട്ടും കളയാതെ സൂക്ഷിക്കണം. ഓരോ മിനിറ്റും നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാവണം നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാം ഈ ഉറങ്ങുന്നത് തന്നെ നിങ്ങൾ കൂടുതൽ റിഫ്രഷ്ഡ് ആവാനും പിന്നെ ഇനി ഉണർന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് കൂടുതൽ ഉത്സാഹത്തോടെ പഠിക്കാനും വേണ്ടിയിട്ടായിരിക്കണം. താങ്ക് യു.